ചേട്ടോ ഏതാ വണ്ടി ഏതാ വണ്ടി അവിടെ നേരെ നിൽക്കുന്ന ആ വണ്ടി അപ്പുറം നിൽക്കുന്ന വണ്ടിയാണോ അതാണെന്ന് തോന്നുന്നു വൈറ്റില്ല വൈറ്റില്ല ക്രിമിനൽ ഗൂഢാലോചന ആ ക്രിമിനൽ ഗൂഢാലോചന മനുഷ്യ പറഞ്ഞേക്കുന്നതാണ് എനിക്കെതിരെയുള്ള അന്നത്തെ ഉയർന്ന ഒരു വെയിൽ ദിവസം അവരെ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് നിങ്ങൾ നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമപ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഈ പോലീസ് ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്യുന്നത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ അതോടെ 9 വർഷം ദിലീപ്, ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയിൽ പങ്കാളികൾ? ദിലീപ്, എനിക്ക് എൻ്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും രാമപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എൻ്റെ കോളേജ് മേറ്റ്, എൻ്റെ സീനിയറായിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ്, അതുപോലെ സുപ്രീം കോടതിയിലെ മൂൾ റോത്തഗി, രഞ്ജിത റോത്തഗി, പ്രഗ്യാമാം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ്, എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ 9 വർഷക്കാലത്തോളം ജീവിപ്പിച്ച, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞ തീരില്ല. അവർ വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരോടും
ഒരുപാട് സന്തോഷം. ദിലീപ്, ആരാണ് ഈ ഗൂഢാലോചനയിൽ പങ്കാളികൾ? ആരാണ് ഈ ഗൂഢാലോചനയിൽ പങ്കാളികൾ? ദിലീപ്, ഈ ഗൂഢാലോചനയിൽ പങ്കാളികൾ ആരാണ്? ദിലീപ്, അത് ആരാണ്? ദിലീപ്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ കേരള പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇതിൽ ഒരു തെളിവുമില്ലാതെ, അതായത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം തെളിവുണ്ടാക്കാൻ വേണ്ടി കേരള പോലീസ് നടന്നത്. കേരളത്തിൽ മൊത്തം ജനങ്ങളും ദിലീപേട്ടന്റെ ഒപ്പമാണെന്ന് അദ്ദേഹത്തിന്റെ രാമലീല എന്ന് പറയുന്ന സിനിമ റിലീസായപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഉള്ള എല്ലാ മാധ്യമങ്ങളും ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ഇത്രയധികം ഈ നിമിഷം വരെ വേട്ടയാടിക്കൊണ്ടാണ് ഇരുന്നത്. സത്യം ജയിച്ചു. ദിലീപേട്ടൻ തന്നെയാണ് യഥാർത്ഥ ഇര. ആ മനുഷ്യനൊപ്പം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ, എല്ലാ സ്ത്രീകളടക്കം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തു. ദൈവത്തിന് നന്ദി പറയുന്നു. ദിലീപേട്ടനെ സപ്പോർട്ട് ചെയ്ത മുഴുവൻ പ്രേക്ഷകർക്കും ജനങ്ങൾക്കും ഹൃദയത്തിൽ തൊട്ട നന്ദി രേഖപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും കേരള പൊതുസമൂഹം കാത്തിരുന്ന ഒരു വിധിയാണ്. ദിലീപേട്ടനെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന ഒരു കേസാണിത്. ഒരു തെളിവുമില്ലാതെ ഒരു മനുഷ്യനെ ഇത്രയും 8 വർഷം നമ്പിനാരായണന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ മാധ്യമ വേട്ടയുടെയും പൊതുവിചാരണയും ഇരയാണ് ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തി. സത്യം നമ്മളെല്ലാവരും ഈ നിമിഷം വരെ പലരും ദിലീപേട്ടനെ സ്നേഹിക്കുന്നവർ എല്ലാവരുടെയും മുമ്പിൽ പുതിയ ഒരു മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയ എല്ലാ വിപുല ശ്രമവും കാറ്റിൽ പറത്തിക്കൊണ്ട് ദിലീപേട്ടൻ വിജയിച്ചിരിക്കുന്നു. കാരണം എല്ലാവരുടെയും പ്രാർത്ഥനയും എന്താ പറയുക, നമ്മൾ പറയാൻ വാക്കുകളിൽ അത്രമാത്രം ഒരു നമ്മൾ കാത്തിരുന്ന വിധിയാണ്. എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു. അതെന്തുകൊണ്ടായിരിക്കും ആ സാഹചര്യം ഉണ്ടാകുന്നത്? ഒരു എവിഡൻസും ഹാജരാക്കാൻ പറ്റില്ല. 9 വർഷമായിട്ട് അതേപോലെ കുടുംബങ്ങളോട് അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സത്യത്തിനോട് തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. നമുക്ക് അത്രയും ഉറപ്പുണ്ടായിരുന്നു സത്യം.
അപ്പോൾ കഴിഞ്ഞു നീ വെച്ചോ നീയും വെച്ചോ. ഞങ്ങൾ പറഞ്ഞായിരുന്നു അന്നും ഇന്നും എന്നും ഞങ്ങൾ പറഞ്ഞായിരുന്നു ദിലീപേട്ടൻ നിരപരാധിയാണെന്ന്. ഞങ്ങൾക്ക് 100% വിശ്വാസമായിരുന്നു ദിലീപൻ. മാധ്യമങ്ങൾ ഞങ്ങൾക്ക് 100% വിശ്വാസമില്ല. കള്ളത്തരങ്ങൾ മാത്രം പറയുന്നവരവർ. ഈ 8 വർഷം ഒരു 8 വർഷം കൊണ്ട് ദിലീപിന്റെ കരിയർ ഭയങ്കരമായിട്ട് നശിച്ച പോലെ തോന്നുന്നുണ്ട്. ആര് പറഞ്ഞു? എന്നാലും കുറെ അവസരങ്ങൾ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു, അത് നടന്നില്ല. എല്ലാ മാധ്യമങ്ങളെയും കുറ്റം പറയാൻ പറ്റും. എല്ലാവരും പറയുന്നില്ല. നിങ്ങൾക്ക് റേറ്റിംഗ് ആയിരിക്കും പ്രധാനം. ഒരു മനുഷ്യന്റെ എന്താ പറയുക ജീവിതം വെച്ചിട്ടാണ് നിങ്ങൾ എല്ലാവരും കളിച്ചത്. പക്ഷെ ഇന്ന് കോടതി തിരിച്ചറിഞ്ഞ് സത്യം ചെയ്യിച്ചു. അതെ ഈശ്വരനെല്ലാം കാണുന്നുണ്ട്. അത് ഇത്ര നേരം ഭയങ്കര ബഹളമായിരുന്നല്ലോ. അപ്പൊ ബഹളം എല്ലാം നിന്നുപോയോ? ഇപ്പൊ നീ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് മാധ്യമപ്രവർത്തകർ പറയുന്ന ഡയലോഗാണ്. പ്രതീക്ഷ അന്ന് മുതലും 8.5 വർഷമായിട്ടും പ്രതീക്ഷിക്കുന്ന ഈ ഒരു വിധി തന്നെയാണ്. ഒരു മാറ്റമില്ല. ഞങ്ങളൊക്കെ പേജുകളിൽ നോക്കിയാൽ മതി. അന്ന് മുതലും ഞങ്ങൾ പറയുന്നുണ്ട്. താങ്ക് യു കേട്ടോ, താങ്ക് യു. ഞങ്ങൾ ടെൻഷൻ കൊണ്ടൊന്നും വാങ്ങിച്ചിരുന്നില്ല. ഞങ്ങളെല്ലാം എടുത്തു. ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ദിലീപേട്ടൻ ഫാൻസ് ആണ്. ദിലീപേട്ടൻ ഫാൻസ് അല്ലെങ്കിലും ഞങ്ങൾ മുമ്പ് മുതൽ ദിലീപേട്ടൻ്റെ ആരാധികരന്മാരാണ് എല്ലാവരും. പ്രതീക്ഷ തന്നെ 100% ഞങ്ങൾ പ്രതീക്ഷ തന്നെ ഈ വിധി തന്നെ. ഞങ്ങൾ ദിലീപേട്ടനോട് എപ്പോഴും ഞങ്ങൾ പറയുന്നത് അത് തന്നെ. സന്തോഷമായോ? കയ്യിൽ പടക്കമില്ലാത്തോണ്ടല്ലേ ഇവിടെ പൊട്ടിച്ച് ചെതറിച്ചാണ്. സന്തോഷമായി. സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരു നിരപരാധി 8 വർഷത്തിലധികമായിട്ട് അനുഭവിച്ച മാനസിക യാതനക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം തന്നെ മറക്കാൻ ഞങ്ങൾ പടക്കമൊന്നും ഇല്ലാതെ വന്നതോ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ പൊട്ടിച്ചേനെ. 6 പേര് കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടില്ലേ കോടതി? അത് അവിടെ തെളിഞ്ഞോളൂ. അത് ദിലീപേട്ടൻ നിരപരാധി ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. 6 പേര് ഇപ്പോഴും കുറ്റക്കാരല്ലേ? 6 പേര് ഇപ്പോഴും കുറ്റക്കാരാണ്. അത് കുറ്റം എന്താണെന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാക്കും. ദിലീപ് മാത്രം ആയിരിക്കണം പ്രതി, ദിലീപിനെ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്താവൂ എന്നുള്ള നിങ്ങളുടെ അജണ്ട ഒന്നും നടന്നില്ല. സത്യം ജയിച്ചു. എത്രേ പറയാം. ഇനി നിങ്ങൾ ആരോടൊപ്പം ആയിരിക്കും? എന്നും ഞങ്ങൾ ദിലീപേട്ടന്റെ കൂടെയാണ്. ഈ കേസിൽ അതിജീവിതയോടൊപ്പമാണോ? നീതി കിട്ടണം. അതിനാണല്ലോ ഇപ്പൊ 6 പേരെ ശിക്ഷിച്ചത്. ദിലീപേട്ടൻ കുറ്റക്കാരനല്ലെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ദിലീപേട്ടന് വേണ്ടി മാത്രമാണ് നിന്നോണ്ടിരുന്നത്. അതെ, ഞങ്ങൾ ദിലീപേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് 100% വിശ്വാസമായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ 8.5 വർഷമായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. അല്ല, അപ്പൊ ദിലീപേട്ടൻ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ അതിജീവിതയോടൊപ്പം തന്നെയാണോ നിൽക്കുന്നത്? അതോ തീർച്ചയായിട്ടും നീതിക്കൊപ്പം തന്നെയാണ്. നീതിക്കൊപ്പം. പോലീസുകാർക്കും ഒക്കെ അറിയാം. പിന്നെ അങ്ങോട്ട് ഒരു മനുഷ്യനെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. എന്തായാലും കോടതി വിധി The prosecution has produced all the evidence available against the accused before the court. And we are hopeful that the accused will be found guilty. Sir. Okay. നമ്മുടെ വണ്ടി കയറ്റാൻ വേണം. ദിലീപാണ് കാത്തിരിക്ക് ദിലീപല്ലേ? ആ ഇരിക്ക് ദിലീപ.
അറിയില്ല. അരമണിക്കൂർ മാത്രമാണ് ഇനി കോടതി നടപടി ആരംഭിക്കാൻ നിലവിലുള്ളത്. നമ്മൾ സംസാരിച്ചിരുന്നു. ടി വി വിനിയോഗത്തെ സാധാരണ വരുന്നത് പോലെ തന്നെ ഒരു സ്കൂട്ടറിൽ ഈ വിധി പറയുന്ന ദിവസമാണ് സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് ടി വി വിനി ഇങ്ങോട്ടേക്ക് ശരിക്കും ഇരയാണ് ജയിക്കപ്പെട്ടത്. ദിലീപ് ഏട്ടനായിരുന്നു ഈ കേസിലെ യഥാർത്ഥ ഇര. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കേസിന്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ ഒരു തെളിവുമില്ലാതെയാണ് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുമ്പോൾ തന്നെ കേരള പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇതിൽ ഒരു തെളിവുമില്ലാതെ, അതായത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം തെളിവുണ്ടാക്കാൻ വേണ്ടി കേരള പോലീസ് നടന്നത്. കേരളത്തിൽ മൊത്തം ജനങ്ങളും ദിലീപേട്ടന്റെ ഒപ്പമാണെന്ന് അദ്ദേഹത്തിന്റെ രാമലീല എന്ന് പറയുന്ന സിനിമ റിലീസായപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഉള്ള എല്ലാ മാധ്യമങ്ങളും ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ഇത്രയധികം ഈ നിമിഷം വരെ വേട്ടയാടിക്കൊണ്ടാണ് ഇരുന്നത്. സത്യം ജയിച്ചു. ദിലീപേട്ടൻ തന്നെയാണ് യഥാർത്ഥ ഇര. ആ മനുഷ്യനൊപ്പം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, എല്ലാ സ്ത്രീകളടക്കം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തു. ദൈവത്തിന് നന്ദി പറയുന്നു. ദിലീപേട്ടനെ സപ്പോർട്ട് ചെയ്ത മുഴുവൻ പ്രേക്ഷകർക്കും ജനങ്ങൾക്കും ഹൃദയത്തെ തൊട്ട നന്ദി രേഖപ്പെടുത്തുന്നു. ബ്രോ എന്താ ബ്രോ അഭിപ്രായം എന്താണ് ദിലീപിനെ കുറ്റം? തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതായത് ദിലീപിന് ഗൂഢാലോചനയിലോ ബലാത്സംഗത്തിലോ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടെന്ന് തെളിയിക്കാൻ ആയില്ല എന്ന് പറഞ്ഞു. എന്നും ഞങ്ങൾ പറഞ്ഞായിരുന്നു ദിലീപേട്ടൻ നിരപരാധിയാണെന്ന്. ഞങ്ങൾക്ക് 100% വിശ്വാസമായിരുന്നു ദിലീപേട്ടന്. മാധ്യമങ്ങൾ ഞങ്ങൾക്ക് 100% വിശ്വാസമില്ല. കള്ളത്തരങ്ങൾ മാത്രം പറയുന്നവരവര്. ഈ 8 വർഷം കൊണ്ട് ദിലീപിന്റെ കരിയർ ഭയങ്കരമായിട്ട് നശിച്ച പോലെ തോന്നുന്നു. ആര് പറഞ്ഞു? പുള്ളി ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു, അത് നടന്നില്ല. എല്ലാ മാധ്യമങ്ങളെയും കുറ്റം പറയാൻ പറ്റും. എല്ലാവരും പറയുന്നില്ല. നിങ്ങൾക്ക് റേറ്റിംഗ് ആയിരിക്കും പ്രധാനം. ഒരു മനുഷ്യന്റെ എന്താ പറയുക ജീവിതം വെച്ചിട്ടാണ് നിങ്ങൾ എല്ലാവരും കളിച്ചത്. പക്ഷെ ഇന്ന് കോടതി തിരിച്ചറിഞ്ഞ് സത്യം ജയിച്ചു. ഈശ്വരനെല്ലാം കാണുന്നുണ്ട്. ഇത്ര നേരം ഭയങ്കര ബഹളമായിരുന്നല്ലോ. അപ്പൊ ബഹളം എല്ലാം നിന്നുപോയോ? ഇപ്പൊ നീ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് മാധ്യമപ്രവർത്തകർ പറയുന്ന ഡയലോഗാ. സന്തോഷമല്ല, അത്രയും വലിയ സന്തോഷം വേറെ എന്തുള്ളു. എന്തായാലും കോടതി വിധി വന്നില്ലേ, അതൊന്നും പറയാം.